കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എന്നാണ് പഴമൊഴി. ഈ വഖഫ് നിയമ ഭേദഗതി പാർലമെൻറ്റിന് മുമ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ കൊല്ലത്തും മലപ്പുറത്തുമൊക്കെ അതിഗംഭീരമായ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചവരാണ് നമ്മുടെ നാട്ടിലെ SDPIക്കാർ. ആ സമയത്ത് മുനമ്പം വിഷയം മുമ്പിലുണ്ടല്ലോ, ഇപ്പോൾ വല്ല പ്രതിഷേധവും സംഘടിപ്പിച്ചാൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിന് പുറകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടാതെ പോയാലോ എന്ന് കരുതി മൗനം പാലിച്ചവരാണ്. അല്ലെങ്കിൽ വെറുതെ പ്രമേയം പാസ്സാക്കുക മാത്രം ചെയ്തവരാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗുകാർ. അവർക്ക് പ്രതിഷേധം ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടുമല്ല, പക്ഷേ സമയം അത്ര ശുഭകരമല്ല, സുഖകരമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ലീഗുകാർ പ്രതിഷേധിക്കാൻ താമസിച്ചത്. ലീഗുകാർ മാത്രമല്ല, മഹാബുദ്ധിജീവികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരും അല്പം ഒന്ന് കാത്തിരിക്കാം എന്നാണ് വിചാരിച്ചത്. അവർ കരുതിയത് ഈ ജനതാദൾ യുണൈറ്റഡും അല്ലെങ്കിൽ തെലുങ്ക് ദേശം പാർട്ടി അതുപോലെയുള്ള മറ്റ് പാർട്ടികളുമൊക്കെ BJPയെ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും, അങ്ങനെ ബില്ല് അവതരണം നടക്കുകയില്ല, ഭേദഗതിയും ഉണ്ടാകുകയില്ല എന്നാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ബുദ്ധിയല്ലല്ലോ അമിത്ഷായുടെ ബുദ്ധി. പുള്ളി കൃത്യമായിട്ട് ജനതാദൾ യുണൈറ്റഡിനെയും അതുപോലെ തെലുങ്ക് ദേശം പാർട്ടി, പാസ്വാൻ്റെ പാർട്ടി, ജയന്ത് ചൗധരിയുടെ പാർട്ടിയും ബാക്കി സകല പാർട്ടികളെയും ഒറ്റക്കെട്ടാക്കി നിർത്തി. ആദ്യം ലോക്സഭ പാസ്സാക്കി, പിറ്റേ ദിവസം രാജ്യസഭയും പാസ്സാക്കി. ഇങ്ങനെ ഒരു ഭേദഗതിക്ക് അനുവാദം നൽകരുത് എന്ന് നമ്മുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളൊക്കെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇവരുടെ കമ്പി സന്ദേശം അവിടെ കിട്ടുന്നതിന് മുമ്പ് തന്നെ മുർമു കടലാസ് ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ മുർമുവിന് കത്തയച്ച ആളുകൾ ലഭ്യരായി. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ രാഷ്ട്രപതി ഒപ്പിട്ടു, അതിൻ്റെ പുറകെ അത് ഗസറ്റ് നോട്ടിഫൈ ചെയ്തു. അങ്ങനെ ഭേദഗതി തത്വത്തിൽ പ്രാബല്യത്തിൽ വന്നു. ഇങ്ങനെ ഒരു ഭേദഗതിക്കെതിരായിട്ട് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, എന്തിന് നമ്മുടെ തമിഴ് സിനിമാ നടൻ വിജയുടെ പാർട്ടി വരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിവിധ മുസ്ലിം സംഘടനകളൊക്കെ കയ്യിൽ ഇല്ലാത്ത കാശും ഉള്ള കാശും ചിലവാക്കി വലിയ വലിയ വക്കീലന്മാരെ അണിനിരത്തി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഹർജികളും സുപ്രീം കോടതിയുടെ മേശപ്പുറത്തുണ്ട്. ഒന്നിലും സ്റ്റേ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞു എന്നാണ് അനുമാനം. അപ്പോൾ ഭേദഗതിക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് മാത്രം പോരല്ലോ, നമുക്ക് പ്രതിഷേധമുണ്ടെന്ന് നാലാൾ അറിയുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചു. പ്രവർത്തകർ അത്ര അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇതിന് വലിയ പ്രസിദ്ധി കിട്ടി. കാരണം ഈ ഇസ്മായിൽ ഹാനിയ, യഹ്യ സിൻവർ, അതുപോലെ സയ്യിദ് കുത്തുബ്, പിന്നെ ഹസനുൽ ബന്ന മുതലായ ആഗോള വിപ്ലവകാരികളുടെയൊക്കെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ സമരം ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. പ്രവർത്തകർ അതുകൊണ്ടായിട്ട് കാര്യമില്ല, ഈ ചിത്രങ്ങൾ ആരുടെയാണെന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അജ്മൽ കസബ്, അതുപോലെ അഫ്സൽ ഗുരു, ഇതുപോലുള്ള ചിന്തകന്മാരുടെ വിപ്ലവകാരികളുടെ കൂടി പടങ്ങൾ ഇവർ കയ്യിൽ കരുതിയിരുന്നു. പക്ഷേ അത് ഉയർത്തിപ്പിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ. അടുത്ത സമരത്തിന് അവരത് ഉപയോഗിക്കും. അങ്ങനെ ഒക്കെ ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ സോൾഡാറ്റിയുടെയും SIയുടെയൊക്കെ തൂലികാ നാമത്തിൽ സമരത്തിന് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാൻ വന്ന ലീഗിൻ്റെ കാര്യം. ഇനിയും വച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും വരെ പ്രതിഷേധിച്ച് കഴിഞ്ഞു. മുസ്ലിം ലീഗ് പോലെ ഒരു മഹത്തായ പാർട്ടിക്ക് ഇനിയും കാത്തിരിക്കാൻ പറ്റുകയില്ല. ഇനി ക്രിസ്ത്യൻ വോട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. മറ്റെല്ലാ സമുദായക്കാരും മറ്റെല്ലാ പാർട്ടിക്കാരും എതിരായാലും പ്രതിഷേധിക്കാതിരുന്നാൽ മലപ്പുറം ജില്ലയിൽ പോലും തിരിച്ചടി ഉണ്ടാവും എന്ന് തോന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് മഹാ റാലി സംഘടിപ്പിക്കാം. ഇന്ന് വൈകുന്നേരമാണ് ആ റാലി നടക്കാൻ പോകുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങളുണ്ടാവും, PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവും, പിന്നെ MK മുനീർ ഉണ്ടാവും, സലാം തീർച്ചയായിട്ടും ഉണ്ടാവും, മറ്റെല്ലാ നേതാക്കന്മാരും ഉണ്ടാവും. ഗടാഗടിയൻ പ്രതിഷേധ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. കോഴിക്കോട് കടപ്പുറം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനം മഹാസാഗരമായിരിക്കും അവിടെ അണിനിരക്കുക. ഇത് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ആസാമിൽ നടക്കുന്നുണ്ട്, ഒഡീഷയിൽ നടക്കുന്നുണ്ട്, ജാർഖണ്ഡിലും ബീഹാറിലൊക്കെ നടക്കുന്നുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതുകൊണ്ട് ഇത്തവണ വലിയ ഉത്സാഹത്തിലാണ്, ആവേശത്തിലാണ് സമരം നടക്കുന്നത്.
പക്ഷേ ഏറ്റവും ഗംഭീരമായ പ്രതിഷേധം നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ നമുക്കറിയാം, ആ മുഖ്യമന്ത്രി മമതാ ദീദി തന്നെ ഈ വഖഫ് നിയമത്തോട് വലിയ എതിർപ്പുള്ള ആളാണ്. വഖഫ് ഭേദഗതി ഒരു കാരണവശാലും പശ്ചിമ ബംഗാൾ നടപ്പാക്കിയില്ല എന്ന് ഉച്ചവിസ്തരം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ദീദിയുടെ ഈ ഉറപ്പിൽ ഈ സമുദായ അംഗങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമില്ല. ഇവരിതും പറയും, ഇതിൻ്റെ അപ്പുറവും പറയും, പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ കാലുമാറും എന്നാണ് അവരുടെ വിശ്വാസം. അഥവാ അങ്ങനെയാണ് അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദീദിയുടെ ഉറപ്പിന് വല്ല വിലയും ഉണ്ടാകുമോ, ഇത് നടപ്പാകുമോ എന്ന് നോക്കി നിൽക്കാതെ അവർ സമര പന്ഥാവിലിറങ്ങി കഴിഞ്ഞു. മുർഷിദാബാദിലും മാൽഡയിലും ഒക്കെ ഗംഭീരമായ സമരമാണ് നടക്കുന്നത്. സമരക്കാർ അത്യാവശ്യം ബസ്സുകൾ കത്തിക്കുന്നുണ്ട്, തീവണ്ടിക്ക് നേരെ കല്ലെറിയുന്നുണ്ട്, കത്തിക്കുത്ത് നടത്തുന്നുണ്ട്, കടകൾ കൊള്ളയടിക്കുന്നുണ്ട്. അങ്ങനെ കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവുമായിട്ട് അത് വിജയകരമായ രണ്ടാം വാരത്തിൽ പ്രവേശിക്കുക. അപ്പോൾ അവിടെ പ്രധാന പ്രതിപക്ഷം BJP ആണ്. സുവേന്ദു അധികാരി എന്ന് പറഞ്ഞ നേരത്തെ തൃണമൂൽ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാളാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. പുള്ളി ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. കൽക്കട്ട ഹൈക്കോടതിയിൽ സംഖ്യകളായ ജഡ്ജിമാർ ധാരാളമുണ്ട്. ഒരു ഡിവിഷൻ ബെഞ്ച് അപ്പോൾ തന്നെ കേന്ദ്രസേനയെ രംഗത്തിറക്കണം എന്ന് ഉത്തരവിട്ടു. കേന്ദ്രസേന എത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നതെന്നുള്ള കാര്യം ദീദിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. ദീദി ചോദിക്കുന്നു, ഞാൻ ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനു സമരം ചെയ്യുന്നു, നിങ്ങൾ എന്തിനു കൊള്ളയും കൊള്ളിവെപ്പും നടത്തുന്നു, നിങ്ങൾ എന്തിനു കൊലപാതകം നടത്തുന്നു എന്നാണ്. പക്ഷേ ഈ സമരക്കാരുടെ ഉള്ളിലിരിപ്പ് ദീദിക്കറിയില്ല. അങ്ങനെ സമാധാനപരമായിട്ട് സമരം ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ പ്രതിഷേധിക്കാനാണെങ്കിൽ, കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗുകാർ നടത്തുന്ന പോലെയുള്ള പ്രതിഷേധ സമരം നടത്താനാണെങ്കിൽ ഇവരുടെ ആവശ്യമില്ല. ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ ഒരു സംഘടന. ഇവർ കഴിഞ്ഞ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. CPMൻ്റെ ഘടകകക്ഷിയായിട്ടാണ് മത്സരിച്ചത്. ഒരു സീറ്റ് ജയിച്ചു. CPM ഒരു സീറ്റ് ജയിച്ചില്ല. CPMൻ്റെ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടു. പ്രധാന മത്സരം തൃണമൂൽ കോൺഗ്രസും BJP തമ്മിലായിരുന്നു. അങ്ങനെ CPMൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ജാമ്യസംഖ്യ നഷ്ടപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായിരുന്ന സെക്കുലർ ഫ്രണ്ടിൻ്റെ ഒരാൾ ജയിച്ചു. അങ്ങനെയാണ് ഒരു ചരിത്രം. അപ്പോൾ ഈ സെക്കുലർ ഫ്രണ്ടുകാരാണ് അവിടെ വളരെ സെക്കുലറായിട്ട് സമരം ചെയ്തത്. ആ സമരത്തിൻ്റെ സ്വഭാവം തന്നെ വളരെ സെക്കുലറാണ്. അതുകൊണ്ട് ഒരു വിഭാഗക്കാരുടെ കടകൾ തെരഞ്ഞു പിടിച്ച് കൊള്ളയടിക്കുക, കത്തിക്കുക, പിന്നെ എതിർ സമുദായത്തിൽപ്പെട്ടവരെ കുത്തിക്കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ സെക്കുലറായിട്ടുള്ള സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രസേന വന്നിട്ടുണ്ട്. ഇനി പട്ടാളം വരുമോ എന്നറിയില്ല. ഈ കലക്കവെള്ളത്തിൽ BJP മീൻ പിടിക്കുമോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ട്. ചിലരെങ്കിലും അങ്ങനെ ഭയപ്പെടുന്നുണ്ട്. നമ്മുടെ മീഡിയ വൺ ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾക്ക് പോലും ഈ ഭയമുണ്ട്. ഇവർ ഇസ്മായിൽ ഹാനിയയുടെ പടം പൊക്കി പിടിച്ചപ്പോൾ അവർക്ക് ഒരു ഭയവും തോന്നിയില്ല. അല്ലെങ്കിൽ സയ്യിദ് കുത്തുബിൻ്റെയും ഹസനുൽ ബന്നയുടെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചപ്പോൾ അവർക്ക് യാതൊരു ആശങ്കയും തോന്നിയില്ല. പക്ഷേ ഇതൊന്നും പൊക്കി പിടിക്കാതെ തന്നെ പശ്ചിമ ബംഗാളിൽ ഇവരുടെ സഹോദരന്മാർ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ഈ ചാനൽ പേടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും വരാനുള്ള വഴി തങ്ങയില്ല. ഇതുകൊണ്ടൊന്നും വഖഫ് നിയമ ഭേദഗതി നടപ്പാകാതിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ പോയാലും പറയത്തക്ക പരിക്കൊന്നും കൂടാതെ നിയമം തിരിച്ചു വരും. പിന്നെ സമരം നടത്തുന്നവർക്ക് സമരം നടത്തി എന്ന ഒരു പുളകം, എന്ന ഒരു ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും അനുഭവിക്കാം. അതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നും നടക്കുകയില്ല എന്ന കാര്യം ലീഗുകാർക്ക് വരെ അറിയാം. പിന്നെ സമരം ചെയ്തില്ല എന്ന ചീത്തപ്പേര് വരരുത് എന്ന് കരുതി മാത്രമാണ് അവർ ഈ സാഹസത്തിന് ഒരുമ്പെടുത്തത്. ഏതായാലും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇതുപോലുള്ള സമരങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോകും എന്ന കാര്യം അവരടക്കം എല്ലാവരും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.